പ്രിയങ്ക ഗാന്ധിയും ഇസ്രായേലും തമ്മിലിപ്പോൾ നേർക്കുനേർ കൊമ്പ് കോർത്തിരിക്കുകയാണ്. കോൺഗ്രസ് എം ആയ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യയിലെ ഇസ്രായേലി അംബാസിഡറും തമ്മിൽ പലസ്തീൻ വിഷയത്തെ ചൊല്ലി കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ പൊരിഞ്ഞ അടി നടക്കുവാനിടയായി. ഇസ്രായേലിനെ ഇത്രമാത്രം കണ്ട് ചൊടിപ്പിക്കുവാനും ഉടനടി തന്നെ മറുപടി കൊടുക്കുവാനും തക്കതായ എന്ത് കാര്യമാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മാത്രമല്ല, പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന് പിന്തുണയോടെ നിന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പലരും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരായി തിരിയുന്നത്? ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ ഗാസയിൽ നിന്നും വരുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ മാനുഷികത മരിച്ചു എന്നതിന്റെ തെളിവാണ് എന്നുവരെ പറഞ്ഞതിനെക്കുറിച്ച്, ഒപ്പം ഇസ്രായേലിന്റെ വരും ദിവസങ്ങളിലെ മുന്നോട്ടുള്ള പദ്ധതികളെപ്പറ്റിയും അതുമൂലം ഇവർക്ക് ആഗോളപരമായി നേരിടേണ്ടി വരുന്ന പ്രതിഷേധങ്ങളെപ്പറ്റിയും നമുക്കിവിടെ ചർച്ച ചെയ്യാം. വരാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണോ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കാണുന്ന ഈ താൽക്കാലികമായ ഒരു ശാന്തത? നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സ്വന്തം വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. ഇവരുടെ ട്വിറ്റർ മെസ്സേജിൽ ഇസ്രായേലി അംബാസിഡറെ പ്രകോപിപ്പിക്കുവാൻ തക്കവണ്ണം എന്തായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഇതിലിവർ പറയുകയാണ്, ഇസ്രായേലി സ്റ്റേറ്റ് ജനുസൈഡ് നടത്തുകയാണ് എന്ന്. ഇവിടെ ജനുസൈഡ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാത്തവർക്കായി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ദേശീയമോ വംശീയമോ അല്ലെങ്കിൽ മതപരമോ ആയ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ മനഃപൂർവ്വമായ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഇല്ലാതാക്കുന്നതിനെയാണ് ജനുസൈഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇവർ ഗാസയിൽ 60,000-ഓളം ആളുകളെ കൊന്നു. അതിൽ 18,430 കുട്ടികളായിരുന്നു. നൂറുകണക്കിന് ആളുകളെയും കുട്ടികളെയും ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണി കിടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതായത് ഗാസയിലെ ഇന്നത്തെ അവസ്ഥ ഏതാണ്ട് ഇത്തരത്തിലാണ്. ഭക്ഷണ സാധനങ്ങളുടെ പോരായ്മ ഇവിടെ വളരെയധികമുണ്ട്. UN സമേതമുള്ള പല ഏജൻസികളും ഭക്ഷണ സാധനങ്ങളുടെ അപര്യാപ്തത ഇത്തരത്തിൽ തുടർന്നുകൊണ്ടിരുന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഇനിയും കൊല്ലപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെതിരെയൊക്കെ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. ഇതിൽ ഇത്തരക്കാരോടൊപ്പം ചേർന്ന് ഇന്ത്യ ഗവൺമെന്റ് നിശബ്ദരായി നിൽക്കുകയാണ് എന്നും മറിച്ച് പലസ്തീനിലെ ജനങ്ങൾക്കൊപ്പമാണ് ഈ സമയം നിൽക്കേണ്ടതെന്നും ശ്രീമതി ഗാന്ധി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. നമുക്ക് കാണാം, ഇത്തരത്തിൽ രാജ്യത്തിനകത്തും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പുള്ള ഒരു ആർട്ടിക്കിളാണ്. തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ മക്ഡൊണാൾഡ്സ് പോലുള്ള കമ്പനികളുടെ മുമ്പിൽ പ്രതിഷേധക്കാർ ഇത്തരത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ആന്റി ഇസ്രായേൽ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കൂടാതെ പൊളിറ്റിക്കൽ പാർട്ടിയായ CPIM-ഉം മുംബൈ നഗരത്തിൽ ഒരു ലാർജ് സ്കെയിൽ പ്രൊട്ടസ്റ്റ് നടത്തുവാൻ ബോംബെ ഹൈക്കോർട്ടിനെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതി ഇതിനെ നിരസിക്കുകയും സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നോക്കുവാൻ പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. അതിനാൽ നമുക്ക് കാണാം, വരും ദിവസങ്ങളിൽ ഈ വിഷയം നമ്മുടെ രാജ്യത്ത് ഇനിയും ചൂടുപിടിക്കും. വലിയൊരു സമൂഹം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഏത് തരത്തിലാണോ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഒന്നൊന്നായി ഇസ്രായേലിനെതിരായി തിരിയുന്നത്, അത്തരത്തിൽ നമ്മുടെ ഭാരതത്തിനും ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായി യൂറോപ്പിലെ ഏറ്റവും വലിയ ഇക്കണോമിയായ ജർമ്മനിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ എപ്പോഴും പഴയ ഹിറ്റ്ലറിന്റെ കാലത്തെ ജൂതന്മാരോടുള്ള അതിക്രമങ്ങളുടെ പേരിൽ ഇസ്രായേലിനോട് എപ്പോഴും ഒരു ദയയും കരുണയും വെച്ച് പുലർത്തുന്ന രാജ്യമാണ്. ഇസ്രായേലിന്റെ ഒരു കാര്യത്തോടും ഒരിക്കലും കടുത്ത രീതിയിൽ പ്രതികരിക്കാത്തവരാണ്. എന്നാൽ ഈ വിഷയത്തിൽ ജർമ്മനി പ്രതികരിക്കുകയും ഇസ്രായേലിനുമേൽ ആംസ് എംബാഗോ ഏർപ്പെടുത്തുകയും ചെയ്തു. അതായത് ജർമ്മനി ഇനി ആയുധങ്ങളൊന്നും ഇസ്രായേലിന് നൽകില്ല. ഇസ്രായേലിന് അതുകൊണ്ട് കാര്യമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാൽ ആംസ് എംബാഗോ ഏർപ്പെടുത്തുന്നതിലൂടെ ഇവിടെ ജർമ്മനി ഇസ്രായേലിന് ഒരു ക്ലിയർ മെസ്സേജ് നൽകുകയാണ്. ഗാസയിൽ നിങ്ങൾ കാണിക്കുന്നതിന് ഞങ്ങൾ എതിരാണ്. അതിൽ ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നു എന്ന്. ഇതുകൂടാതെ യൂറോപ്പിലെ മറ്റൊരു പ്രമുഖ രാജ്യമായ ഇറ്റലി മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ തങ്ങളുടെ മാനുഷികതയെ കൈവിട്ടിരിക്കുന്നു. അതിനാൽ അവർക്കുമേൽ ഞങ്ങൾ ഉടനടി സാങ്ഷൻസ് ഏർപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നോർവേ, അയർലൻഡ്, സ്പെയിൻ, സ്ലൊവേനിയ തുടങ്ങി നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനകം ഇസ്രായേലിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഓസ്ട്രേലിയ, ഫ്രാൻസ്, UK, കാനഡ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളും ഈ വർഷം തന്നെ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവിധ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഭാരതം ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കാലാകാലങ്ങളായി ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളിൽ എല്ലായ്പ്പോഴും ഇന്ത്യക്ക് കടുത്ത പിന്തുണ നൽകുന്ന ഇസ്രായേലിന് തള്ളിപ്പറയുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തതുപോലെ ഈ അടുത്ത് നടന്ന ഓപ്പറേഷൻ സിന്ദൂരിലും ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചിരുന്നു. പാകിസ്ഥാനെതിരെ ഉപയോഗിക്കുവാൻ തങ്ങളുടെ ബാറ്റിൽ ടെസ്റ്റഡ് ആയ ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകിയിരുന്നു എന്ന് ഇസ്രായേലി PM തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണമായി ഇപ്പോൾ ഇന്ത്യ-US ബന്ധത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ അതേസമയം ഇസ്രായേൽ എന്ന രാജ്യം കാലാകാലങ്ങളായി ഇന്ത്യയുടെ ഒരു സ്റ്റേബിളായ സ്ഥിരമായ സുഹൃത്ത് തന്നെയാണ് എന്ന് കാണാം. നേതാക്കൾ അത് എത്ര തന്നെ മാറി മറിഞ്ഞു വന്നാലും അമേരിക്ക ചെയ്യുന്നത് പോലെ ഒരിക്കലും ഇസ്രായേൽ ഇന്ത്യക്കെതിരായി തിരിയുകയില്ല. അതുകൊണ്ട് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻ കാരണം ഭാരതം ഇതുവരെ ഇസ്രായേലിനെതിരായി ഇത്തരത്തിൽ ശബ്ദമുയർത്തിയിട്ടില്ല. എന്നാൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രമുഖ നേതാവായതുകൊണ്ടും അവരുടെ ജോലി ഭരണപക്ഷത്തിന്റെ കുറവുകൾ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുക എന്നത് ആയതിനാലും ഇവിടെ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. അത് ഒരു പരിധിവരെ ആവശ്യവുമാണ്. ഇതിന് മറുപടിയായി ഇസ്രായേലി അംബാസിഡർ ടു ഇന്ത്യ ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ഇദ്ദേഹം പറയുന്നത് ഇസ്രായേൽ കൊന്നൊടുക്കിയത് 25,000-ഓളം വരുന്ന തീവ്രവാദികളെയാണ് എന്ന്. ഈ തീവ്രവാദികളെ ആക്രമിക്കുവാൻ ചെല്ലുമ്പോൾ അവർ
അവർ സാധാരണ ജനത്തെ മുന്നോട്ട് തള്ളിവിടുകയും ഹ്യൂമൻ ഷീൽഡ് ഒക്കെ നിർമ്മിച്ച് അതിന് പിന്നിൽ ഒളിക്കുകയും ചെയ്യും. നിർഭാഗ്യവശാൽ ഇക്കാരണത്താലാണ് ബാക്കി സാധാരണക്കാരുടെയും ജീവൻ പൊലിയുന്നത് എന്ന്. എന്നാൽ 25,000 തീവ്രവാദികളെ വധിക്കുന്ന പ്രക്രിയയിൽ അഡീഷണൽ 35,000 സിവിലിയൻസിനെ ഇൻക്ലൂഡിംഗ് കുട്ടികളെയും കൊന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ ചോദ്യങ്ങൾ ഉയരും. അതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതും. കൂടാതെ 2 ടണ്ണോളം വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഇതുവരെ ഇസ്രായേൽ ഗാസയ്ക്ക് നൽകിയിട്ടുണ്ട്. ഹമാസ് ആണ് അവിടുത്തെ സാധാരണക്കാരെ പട്ടിണിക്ക് കിടത്തുന്നത് എന്നും എഴുതിയിരിക്കുന്നു. മാത്രമല്ല ഗാസയിലെ ജനസംഖ്യ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ 450% വർദ്ധിച്ചിരിക്കുന്നത്. അതിനാൽ അവിടെ ഒരു ജെനോസൈഡ് നടക്കുന്നില്ല എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഒപ്പം ഇത്തരത്തിൽ ഹമാസിന്റെ കണക്കുകളെ കടമെടുക്കരുത് എന്നും ഇദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇന്ത്യക്ക് പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ചുട്ട മറുപടി കൊടുക്കണമെന്ന് ചിലർ പറയുന്നതായി കാണാം. അത് താരിഫിന്റെ കാര്യത്തിലാണെങ്കിലും പാകിസ്ഥാൻ ആർമി ചീഫിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത കാര്യത്തിലാണെങ്കിലും US ഇത്തരത്തിൽ ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കുവാൻ പറ്റിയ അവസരമാണ് ഇത് എന്ന് പറയുന്നു. ശരിയാണ്, ഇന്ത്യക്ക് വേണമെങ്കിൽ അത്തരത്തിൽ ചെയ്യാം. പക്ഷേ ഇവിടെ ഈ ഒരു ഇസ്രായേലി ആംഗിൾ വീണ്ടും വരുന്നതോടെ പിന്നെ കാര്യങ്ങളെല്ലാം അവിടുന്ന് അങ്ങോട്ട് സങ്കീർണമാകുകയാണ്. എന്നാൽ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി യഥാർത്ഥമായി സങ്കീർണമാകാൻ പോകുന്നത് അയൽ രാജ്യമായ പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ഈ അടുത്ത് കുറെ നാളായിട്ടുള്ള അമേരിക്കൻ സ്നേഹമുണ്ടല്ലോ. പാക് ആർമി ചീഫ് അമേരിക്ക സന്ദർശിക്കുന്നു. അവിടെ നിന്ന് ഇന്ത്യക്കെതിരെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നു. പിന്നീട് അവരുടെ ജനറൽസിനെ പാകിസ്ഥാനിലേക്ക് ക്ഷണിക്കുകയും അവാർഡ് നൽകുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം പാകിസ്ഥാനെ വരും ദിവസങ്ങളിൽ തിരിഞ്ഞുകൊത്തുവാൻ പോകുകയാണ്. അതായത് ഈ വർഷം ഡിസംബർ മാസത്തിനുള്ളിൽ, ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ അതിനായി ബാക്കിയുള്ളൂ, അതിനുള്ളിൽ തന്നെ ഇസ്രായേൽ ഇറാൻ മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഈ നടക്കാൻ പോകുന്ന എൻഡ് ഗെയിമിനെ പറ്റി ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സൂചിപ്പിക്കുന്നുണ്ട്. പല വലിയ ഗ്ലോബൽ ന്യൂസ് ഔട്ട്ലെറ്റുകളും ഇപ്പോൾ ഇതേപ്പറ്റി എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് അത്തരത്തിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പാകിസ്ഥാൻ ആരുടെയൊപ്പം നിൽക്കുമെന്നതാണ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ആജന്മ ശത്രു എന്ന് തന്നെത്താൻ മുദ്രകുത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ. സ്വതന്ത്ര രാജ്യമായി മാറി അന്നു മുതൽ ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് റീജിയണിൽ തങ്ങളുടെ റിമോട്ട് ഓപ്പറേഷൻസിന് ചുക്കാൻ പിടിക്കുമ്പോൾ ഇവിടെ ആരെ പിന്തുണയ്ക്കും, ആരെ പിന്തുണയ്ക്കാതിരിക്കും എന്നതാണ് കാണേണ്ടത്. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ഇറാനെ ആക്രമിക്കുവാൻ പോകുന്ന ആ യുദ്ധം എന്നത് ഒരു ലാർജ് സ്കെയിൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കുമെന്നത്. അതായിരിക്കും എല്ലാത്തിന്റെയും എൻഡ് ഗെയിം. അതിനാൽ ഈ വിഷയങ്ങളെല്ലാം, എസ്പെഷ്യലി പലസ്തീൻ വിഷയം, വരും ദിവസങ്ങളിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉൾപ്പെടെ എങ്ങും നിറഞ്ഞു നിൽക്കുവാൻ പോകുകയാണ്. ഇനി ഇതിൽ നമ്മുടെ ഭാരതം ആരുടെ പക്ഷത്താകും നിൽക്കുക? അഥവാ പലസ്തീന് മേലുള്ള അതിക്രമങ്ങൾ നാളെ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ ഇസ്രായേലിനെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇന്ത്യ അത് ചെയ്യുമോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.